നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 23/8/2026 ഞായറാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 274, RSS 5 കിലോ 271, ISNA 20 252, ലാറ്റക്സ് 60% ഇറച്ചി 197 രൂപ 60 പൈസ. ഇതാണ് കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 274, RSS 5 കിലോ 271. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 267, RSS 5 കിലോ 264. ഒട്ടുപാലൊക്കെ നോക്കുമ്പോൾ 80% DRCയിലെ ഒട്ടുപാൽ കിലോ 186, 60% DRCയിലെ ഒട്ടുപാൽ കിലോ 139 രൂപ 50 പൈസ. ഇനി വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 267 രൂപ 84 പൈസ, RSS 5 കിലോ 267 രൂപ 40 പൈസ. ഇനി കേരളത്തിലെ മറ്റിനും ഗ്രേഡിനും ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 262, ലോട്ട് കിലോ 252 മുതൽ 257 രൂപ. ഇപ്പോൾ ഓടുന്ന സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുല്ലൂരിൻ്റെ വില നോക്കിയാലോ, ഗ്രേഡ് RSS 4 കിലോ 265, ഗ്രേഡ് RSS 5 258, ലൂസ് ഷീറ്റ് കിലോ 253, ലോട്ട് കിലോ 226. ഒട്ടുപാൽ നോക്കുമ്പോൾ 128 മുതൽ 166 സഹ്യാദ്രി റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പുല്ലൂരിൻ്റെ വില. ഷീറ്റ് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഉണക്കി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവർ വില കുറയും. തൂക്കം കൃത്യമായി നോക്കണം ത്രാസിലൊക്കെ. എന്നാൽ ഇപ്പോൾ റബ്ബർ ഉൽപ്പാദന പ്രോത്സാഹന പദ്ധതി 12ാം ഘട്ടം 2026 ജൂലൈ മുതൽ കേരള സർക്കാർ റബ്ബർ ഉൽപ്പാദന പ്രോത്സാഹന പദ്ധതിയുടെ 12ാം ഘട്ടം 2026 ജൂലൈ 1 മുതൽ നടപ്പാക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. കർഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങൾ: പുതിയ കർഷകരുടെ രജിസ്ട്രേഷൻ. പുതിയ കർഷകർക്ക് 2026 ഒക്ടോബർ 21 വരെ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ സമയത്ത് താഴെ പറയുന്ന തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം: ആധാർ, വോട്ടർ ID കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്. 12ാം ഘട്ടത്തിൽ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന കർഷകർക്ക് 2026 ജൂലൈ 1 അതിനുശേഷമോ ഉള്ള റബ്ബർ വാങ്ങൽ ബില്ലുകൾ മാത്രമേ ഇൻസെൻറ്റീവ് ലഭിക്കുന്നതിനായി പരിഗണിക്കുകയുള്ളൂ. നിലവിലുള്ള കർഷകരുടെ രജിസ്ട്രേഷൻ പുതുക്കൽ. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കർഷകരും ഏറ്റവും പുതിയ ഭൂനികുതി രസീത് ബന്ധപ്പെട്ട റബ്ബർ ഉൽപ്പാദക സംഘത്തിൽ സമർപ്പിച്ച് രജിസ്ട്രേഷൻ പുതുക്കണം. രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള അവസാന തീയതി നിലവിൽ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ രജിസ്ട്രേഷൻ പുതുക്കിയതിന് ശേഷം മാത്രമേ ഇൻസെൻറ്റീവിനായുള്ള വാങ്ങൽ വിൽപ്പന ബില്ലുകൾ സമർപ്പിക്കാൻ കഴിയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള റബ്ബർ ഉൽപ്പാദക സംഘവുമായി, അതായത് RP സെൻ്ററുകളുമായി ബന്ധപ്പെടുക. ഇൻസെൻറ്റീവ് ലഭിക്കുന്നതിന് കാലതാമസം ഒഴിവാക്കുന്നതിനായി ആവശ്യമായ രേഖകൾ സഹിതം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പുതുക്കൽ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കുക. ഇപ്പോൾ റബ്ബറിന് താങ്ങുവില 200-ൽ നിന്ന് 250 ആക്കിയിട്ടുണ്ട്. എന്നാൽ റബ്ബർ വിൽപ്പന ഇപ്പോൾ നടക്കുന്ന 260-ന് മുകളിലാണ്. അതുകൊണ്ട് ഈ ഇൻസെൻറ്റീവ് കിട്ടത്തില്ല. ഇൻ കേസിൽ റബ്ബറിന് 250-ന് താഴെ പോകുകയാണെങ്കിൽ മാത്രമേ ഈ ഇൻസെൻറ്റീവ് നമുക്ക് കിട്ടിക്കത്തുള്ളൂ. അങ്ങനെ കൊടുക്കണമെങ്കിൽ മുൻകൂർ RP സെൻ്ററുകളിൽ രജിസ്ട്രേഷൻ മസ്റ്റാണ്. സേവനങ്ങൾ പരമാവധി റബ്ബർ കർഷകർ ഉപയോഗിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമേണ്ട കേട്ടിരുന്ന വളരെയധികം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലോ ലൈക്കോ, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് മറക്കല്ലേ.